നമസ്കാരം. സതീശനെ പേടിച്ച് പിണറായി. സതീശനെ മത്സരിപ്പിക്കാതിരിക്കുവാൻ CPM. ശരിയാണ്. VD സതീശനെ പേടിക്കേണ്ടിയിരിക്കുന്നു പിണറായി വിജയനും CPM-നും. കാരണം VD സതീശന്റെ നേതൃപാടവമാണ് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലും ഇപ്പോൾ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും UDF-ന് മേൽക്കൈ നേടിക്കൊടുത്തത് എന്നതിൽ തർക്കമില്ല അവരുടെ പാർട്ടിയിൽ പോലും. പക്ഷേ CPM വളരെ കൃത്യമായി മനസ്സിലാക്കുന്നു, VD സതീശനെ പോലൊരു നേതാവ് തന്നെ വീണ്ടും നിയമസഭയിലേക്കും UDF-നെ നയിക്കുകയാണ് എങ്കിൽ അവർ കൃത്യമായിട്ടും ഒരു 80-85 സീറ്റുകൾ വരെ നേടി അധികാരത്തിലേക്ക് തിരിച്ചെത്തുമെന്നുള്ള കാര്യം സംശയമില്ല എന്ന് CPM എന്ന് പറയപ്പെടുന്ന പാർട്ടിയും പിണറായി വിജയനും ഭയപ്പെടുന്നു. അതുകൊണ്ട് തന്നെ സതീശനെ ഒതുക്കുക, സതീശനെ പോലുള്ള നേതാക്കളെ ഈ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് തന്നെ ഇല്ലാതാക്കുക. അതിന് പല ഗണികളും പലവട്ടം ഈ പാർട്ടിയും ഈ പാർട്ടിയോട് ഒപ്പമുള്ളവരും ചെയ്തിട്ടുണ്ട്. അതിന്റെ തെളിവുകൾ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നിൽ തന്നെ ഉണ്ട് താനും. അതവർ കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ. അത്തരത്തിലൊരു സമീപനം തന്നെ ആയിരിക്കണം ഈ സതീശന്റെ ഈ ഇപ്പോഴത്തെ CBI അന്വേഷണവുമായി ബന്ധപ്പെട്ട് വരുന്ന കേസിലും നിലനിൽക്കുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. പക്ഷെ അതിനെതിരെ പലതരത്തിലുള്ള വാദങ്ങൾ പറയുന്നുണ്ട്. സ്വർണ്ണക്കൊള്ള കേസ് പോലെ പ്രാധാന്യത്തോടെ അന്വേഷിക്കേണ്ട കേസാണ് പുനർജനി കേസ് എന്ന് മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നു. എന്ത് യോഗ്യതയാണ് ഈ മന്ത്രിക്കും ഈ മന്ത്രിസഭയ്ക്കും ഇതൊക്കെ പറയാനുള്ളത് എന്നാണ് ചിന്തിക്കേണ്ടത്.